ആഗോള അയ്യപ്പ സംഗമത്തിന് പമ്പ നദിക്കര ഏതാണ്ട് പൂർണ്ണമായി സജ്ജമായിക്കൊണ്ടിരിക്കുകയാണ്. പമ്പയുടെ മണൽപ്പുറത്തെ പ്രധാന വേദിയിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ത്രിവേണിക്ക് സമീപമായി ഒരുക്കിയിരിക്കുന്ന പ്രധാന വേദിക്ക് മുൻപിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്. ഈ വേദിയിലാണ് നാളെ രാവിലെ 9:30 മുഖ്യമന്ത്രി പിണറായി വിജയൻ ആഗോള അയ്യപ്പ സംഗമത്തിന് ഉദ്ഘാടനം നിർവഹിക്കുന്നത്. 25 രാജ്യങ്ങളിൽ നിന്നായി 3500 പ്രതിനിധികളാണ് ഈ സംഗമത്തിൻ്റെ ഭാഗമാകുന്നത്. രജിസ്ട്രേഷൻ കൗണ്ടർ ഉൾപ്പെടെ ഇവിടെ സജ്ജീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി ആഗോള അയ്യപ്പ സംഗമത്തിന് പമ്പ നദിക്കര പൂർണ്ണമായും സജ്ജമാകും. ആ കാണുന്നതാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ പ്ലാറ്റിനം ജൂബിലിയോടനുബന്ധിച്ച് നിർമ്മിച്ചിരിക്കുന്ന ഒരു പ്രത്യേക പവിലിയൻ. അതിൽ ദേവസ്വം ബോർഡിൻ്റെ വളർച്ചയുടെ നാൾവഴികളും ക്ഷേത്രങ്ങളുടെ ആചാര അനുഷ്ഠാനങ്ങളും ക്രമീകരിച്ചിട്ടുണ്ട്. ഈ നമ്മളിപ്പോൾ കാണുന്ന ഈ ചെറിയ ഒരു പന്തലാണ് പ്രതിനിധികളുടെ രജിസ്ട്രേഷനായി സജ്ജീകരിച്ചിരിക്കുന്ന പന്തലുകൾ. ഹിൽ ടോപ്പിലും അതോടൊപ്പം പമ്പ ഗണപതി കോവിലിന് മുന്നിലും മറ്റു പന്തലുകളും സെമിനാറുകൾ നടക്കേണ്ട വേദികളും സജ്ജീകരിച്ചിട്ടുണ്ട്. പ്രധാന വേദിയിൽ തന്നെയാകും ഉദ്ഘാടന സമയം 3500 പ്രതിനിധികളെയും ഉൾക്കൊള്ളുന്നത്. അവിടെയായിരിക്കും അവർ ആദ്യം എത്തുക. പിന്നീട് ഉദ്ഘാടനത്തിന് ശേഷം പ്രധാന വേദിയിൽ ശബരിമല മാസ്റ്റർ പ്ലാനുമായി ബന്ധപ്പെട്ട സെമിനാറുകളായിരിക്കും നടക്കുന്നത്. മുൻ ചീഫ് സെക്രട്ടറി ജയകുമാറാണ് ഈ മാസ്റ്റർ പ്ലാനുമായി ബന്ധപ്പെട്ട സെമിനാറുകളുടെ മോഡറേറ്ററായി ഇവിടെ നാളെ ഉണ്ടാവുക. ഏതായാലും ഒരുക്കങ്ങളെല്ലാം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. പമ്പ നദിക്കരയിലാണ് ഇത്തരത്തിലൊരു മഹാസംഗമം നടക്കുന്നത് എന്നതിനാൽ തന്നെ ഹരിത പ്രോട്ടോകോൾ പരമാവധി പാലിച്ചുകൊണ്ടാണ് ഇവിടെ ഈ ഒരുക്കങ്ങളൊക്കെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. പരസ്യ ബോർഡുകളാണെങ്കിലും അത്തരത്തിലുള്ള പ്രചരണ സാമഗ്രികളാണെങ്കിലും എല്ലാം തന്നെ പ്ലാസ്റ്റിക് വിമുക്തമായി തന്നെയാണ് ഒരുക്കിയിരിക്കുന്നത്. അതോടൊപ്പം ഈ ജർമ്മൻ സാങ്കേതിക വിദ്യയിലാണ് ഈ പന്തൽ ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത്. ഇവിടെയും ഹിൽ ടോപ്പിൽ നിർമ്മിച്ചിരിക്കുന്ന പന്തലുകളെല്ലാം തന്നെ ജർമ്മൻ പന്തലുകളാണ്. അതിൻ്റെ സുരക്ഷ ഉറപ്പാക്കാനായി PWDയുടെ ഇൻസ്പെക്ഷൻ ഇന്നലെ പൂർത്തിയായിട്ടുണ്ട്. അതോടൊപ്പം ഈ സംഗമത്തിൻ്റെ ഭാഗമാകാനായി ഇവിടെ നിരവധി ആളുകൾ എത്തിയിട്ടുണ്ട്. ഏതാണ്ട് പതിറ്റാണ്ടുകളായി തന്നെ ശബരി റെയിൽവേയുടെ വികസനത്തിനായി പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ ശബരി റെയിൽവേയുടെ ഒരു നിർമ്മാണത്തിൻ്റെ തുടക്കവുമായി ബന്ധപ്പെട്ട് നിരന്തരം സംവദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് നമ്മളോടൊപ്പമുള്ളത്. ഹിൽ ഇൻ്റഗ്രേറ്റഡ് ഡെവലപ്മെൻറ്റ് ഫൗണ്ടേഷൻ എന്ന സംഘടനയുടെ സ്ഥാപകൻ കൂടിയാണ് അദ്ദേഹം. അദ്ദേഹത്തോട് നമുക്ക് ചോദിക്കാം. സാർ, ഇപ്പം നാളെ അയ്യപ്പ സംഗമം നടക്കുകയാണ്. ശബരിമല മാസ്റ്റർ പ്ലാനുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഉൾപ്പെടെ ഇവിടെ നടക്കുന്നുണ്ട്. എങ്ങനെയാണ് ഈ ശബരി റെയിൽവേയുടെയൊക്കെ ആവശ്യം ഉന്നയിച്ച് നിരവധി തവണ കേന്ദ്രമന്ത്രിമാരെ അടക്കം കണ്ടിട്ടുള്ള താങ്കൾ ഈ ഒരു സംഗമത്തെ നോക്കിക്കാണുന്നത്? ഇല്ല, നമ്മളെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് മലയോര നിവാസികളെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗമമാണിത്, ആഗോള അയ്യപ്പ സംഗമം. അപ്പോൾ മലയോരത്തിൻ്റെ സമഗ്ര വികസനമാണിത്. കാരണം ശബരിമലയുടെ വികസനം എപ്പോഴും മലയോരത്തിൻ്റെ സമഗ്ര വികസനമാണ്. അപ്പം അതിൻ്റെ അടിസ്ഥാനപരമായി നമുക്കാവശ്യം ഈ അയ്യപ്പ ഭക്തന്മാരുടെ യാത്രാക്ലേശമാണ്. അപ്പോൾ ഏകദേശം ഒരു 2.5 പതിറ്റാണ്ടിന് മുമ്പേ തുടക്കം കുറിച്ച ശബരി റെയിൽവേ പദ്ധതിയുണ്ട്. അത് എത്രയും വേഗം പൂർത്തീകരിക്കണമെന്നാണ് നമ്മൾ പറയുന്നത്. അപ്പം ശബരിമലയുടെ വികസനം പറയുമ്പോൾ ശബരിമല വികസനം മാത്രമല്ല, ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒട്ടനവധി മറ്റുള്ള തീർത്ഥാടന കേന്ദ്രമുണ്ട്. ഉദാഹരണത്തിന് വാവരുപള്ളി, ഭരണങ്ങാനം പള്ളി, മാരോൺ കൺവെൻഷൻ അടക്കമുള്ള പിന്നെ പിൽഗ്രീം സെൻ്ററുണ്ട്. അതുപോലെ തന്നെ ടൂറിസവുമായി ബന്ധപ്പെട്ട് അങ്ങനെ ശബരിമലയുടെ ഒരു വികസനത്തിന് കൂടി ഈ ഒരു ആഗോള അയ്യപ്പ സംഗമം തുണയാകുമെന്നുള്ള വിശ്വാസം കൂടിയാണ്. എന്തായാലും അയ്യപ്പ സംഗമം നടക്കുന്ന പമ്പാ തീരത്ത് അവിടെ സന്ദർശിച്ച് അവിടുത്തെ കാര്യങ്ങളൊക്കെയാണ് നന്ദുഷ പ്രേക്ഷകരുമായി പങ്കുവച്ചിട്ടുള്ളത്. ഇനിയിപ്പോൾ ഈ അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട വലിയ വിവാദങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും ഈ വിവാദങ്ങളൊക്കെ മാറ്റിവെച്ച് നാളെ അതിൻ്റെ ഒരു ഉദ്ഘാടനം കൂടി നടക്കുകയാണ്.